ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വരാന്ത റൈസ് യൂട്യൂബ് ചാനൽ. ഞാൻ മാളവിക. അപ്പോൾ നമ്മൾ SSC റെയിൽവേ GK സീരീസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ നമ്മൾ ഹിസ്റ്ററി ക്ലാസ് ആയിരുന്നു കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ശനിയും ഞായറും നമുക്ക് നമ്മുടെ സയൻസ് വിഷയങ്ങൾ നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ദിവസം നമുക്ക് ബയോളജി നോക്കാം. ബയോളജിയിൽ തന്നെ ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്നുള്ള ഭാഗത്തിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് പോകുക. കാരണം റെയിൽവേ എക്സാംസിനെല്ലാം സയൻസ് വിഷയങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം ഇംഗ്ലീഷ് വിഷയം എക്സാമിന് ഇല്ല, അതിന് പകരമായിട്ട് 50 മാർക്കോളം നമുക്ക് ചോദിക്കുന്നത് GK ആണ്. ഈ GKയിൽ തന്നെ സയൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളിത് കൃത്യമായിട്ട് പഠിച്ചു പോയാൽ നമുക്ക് ഇപ്രാവശ്യത്തെ എക്സാമിന് നല്ലൊരു സ്കോർ ഉറപ്പായിട്ട് നേടാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ ബയോളജിയിലെ ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്നുള്ള പാർട്ടിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ സെൽ ഈസ് എ ലാറ്റിൻ വേർഡ് ഫോർ എ ലിറ്റിൽ ഡാഷ്. എന്താ ഓപ്ഷൻസ് നോക്കിയേ? റൂം, സ്പേസ്, പോർ, ഹോൾ. ഏതാ കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ റൂമാണ്. സെൽ എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിൻ്റെ മീനിങ് വരുന്നത് റൂം എന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നോക്കുവാണെങ്കിൽ കേട്ടോ, വേർഡ് സെൽ എന്ന് പറഞ്ഞാൽ എന്താ ലാറ്റിൻ വേർഡായ സെല്ല എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ് സെൽ എന്ന് പറഞ്ഞ വേർഡ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മീനിങ്ങോ സ്മോൾ റൂം ഓർ ചേംബർ. സ്മോൾ റൂം അല്ലെങ്കിൽ ചേംബർ എന്നുള്ളതാണ് ഈ സെൽ എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് വരുന്നത്. അതുപോലെ തന്നെ 1665 എന്താ ഇംഗ്ലീഷ് ഫിലോസഫറും ആർക്കിടെക്റ്റുമായ റോബർട്ട് ഹുക്കാണ് സെല്ല് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത്. 1665 ഇംഗ്ലീഷ് ഫിലോസഫറും ആർക്കിടെക്റ്റുമായ റോബർട്ട് ഹുക്കാണ് ആദ്യമായിട്ട് സെല്ല് ഡിസ്കവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നീട് 1839 എന്താ മത്യാസ് ഷീലനും തിയോഡർ ഷാനും കൂടി എന്ത് ചെയ്തു? സെൽ തിയറി പ്രപ്പോസ് ചെയ്തു. ആരൊക്കെ? ഷീലനും ഷ്വാനും കൂടി എന്ത് ചെയ്തു? സെൽ തിയറി പ്രപ്പോസ് ചെയ്തു. ഏത് വർഷം? 1839. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ? റോബർട്ട് ഹുക്ക് ഡിസ്കവേർഡ് ദ സെൽ ഇൻ 1665 ബൈ ഒബ്സർവിങ് എ ഡാഷ് അണ്ടർ മൈക്രോസ്കോപ്പ്. ഓപ്ഷൻസ് നോക്കിയേ? ലീഫ്, ഗ്രെയിൻ ഓഫ് സാൻഡ്, റോക്ക്, പീസ് ഓഫ് കോക്ക്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് തൊട്ട് മുമ്പിലത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടേ ഉള്ളൂ. എന്ത്? 1665 റോബർട്ട് ഹുക്ക് സെല്ല് എന്താ കണ്ടുപിടിച്ചു എന്നുള്ളത്. പക്ഷെ നമ്മൾ അവിടെ പറഞ്ഞില്ല ഈ പോയിന്റ്. അപ്പോൾ ആൻസർ ഏതാ വരുന്നത്? ആൻസർ വരുന്നത് എ പീസ് ഓഫ് കോക്ക് ആണ്. ഒരു പീസ് ഓഫ് കോക്കിൽ നിന്നാണ് സെല്ല് ഡിസ്കവർ ചെയ്തെടുത്തത്. നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ട്സ് നോക്കാം. ഫാക്ട്സ് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1665 റോബർട്ട് ഹുക്കാണ് എന്ത് സെല്ല് കണ്ടുപിടിച്ചത്. അദ്ദേഹം എങ്ങനെയാണ് കണ്ടുപിടിച്ച് വെച്ചാൽ ഒരു പീസ് ഓഫ് കോക്ക് എടുത്തിട്ട് എന്താ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ചു. അത് വെച്ചിട്ട് എന്ത് ചെയ്തു? അത് നോക്കിയപ്പം അതിൽ അയാൾക്ക് അദ്ദേഹത്തിന് കാണാൻ പറ്റുന്ന ചെറിയ ചെറിയ ബോക്സ് ലൈക്കുള്ള കേവിറ്റീസ് ആണ് അദ്ദേഹത്തിന് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ പറ്റിയത്. ഈ കേവിറ്റികളെ അദ്ദേഹം സെൽ എന്നുള്ള പേരിൽ പറഞ്ഞു. അതായത് ഒരു പീസ് ഓഫ് കോക്ക് എന്നാണ് അദ്ദേഹത്തിന് സെൽസ് ഒബ്സർവ് ചെയ്യാൻ പറ്റിയത്. പിന്നെ പറയുകയാണെങ്കിൽ എന്താ, അദ്ദേഹത്തിൻ്റെ മൈക്രോഗ്രാഫിയ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഡിസ്കവറി എന്ത് ചെയ്തു? പിന്നീട് സയൻസിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പിന്നീട് കണ്ടുപിടിക്കാൻ സഹായകരമായി. അങ്ങനെയാണ് റോബർട്ട് ഹുക്കിൻ്റെ ഈ സെല്ലിൻ്റെ ഡിസ്കവറിയിൽ കൂടെ നമുക്ക് സയൻസിൽ കുറേ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ എന്താ, ആൻ്റണിയോ വാൻ ലീവൻ ഹുക്ക് പിന്നീട് എന്ത് ചെയ്തു? ബാക്ടീരിയയും പ്രോട്ടോസോവയും ഇതിന് ശേഷമുള്ള കണ്ടുപിടുത്തങ്ങളായിട്ട് കണ്ടുപിടിച്ചു. ഡച്ച് സയൻറ്റിസ്റ്റായ ലീവൻ ഹൂക്കാണ് ബാക്ടീരിയയും പ്രോട്ടോസോവും പിന്നീടുള്ള കണ്ടുപിടുത്തങ്ങളിൽ കണ്ടുപിടിച്ചിട്ടുള്ളത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൂ പ്രസന്റഡ് ദ സെൽ തിയറി ദാറ്റ് ഓൾ ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് ദാറ്റ് ദ സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. ഓപ്ഷൻസ് നോക്കിയേ? റോബർട്ട് ഹുക്ക്, വിർച്ചോ, റോബർട്ട് ബ്രൗൺ, ഷ്ലീഡൻ ആൻഡ് ഷ്വാൻ. ഏതാ ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഷീലൻ ആൻഡ് ഷ്വാൻ ആണ്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിൽ തന്നെ എന്താ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഈ കാര്യം പറഞ്ഞായിരുന്നു, സെൽ തിയറി കണ്ടുപിടിച്ചത് ഇവരാണെന്ന്. ഇനി അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഷ്ലീഡൻ ആൻഡ് ഷ്വാൻ എന്താ സെൽ തിയറി കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ അവരുടെ ഫുൾ നെയിം എന്ന് പറയുന്നത് മത്യാസ് ജേക്കബ് ഷീൽഡൻ ആൻഡ് തിയോഡർ ഷ്വാൻ എന്നുള്ളതാണ് അവരുടെ ഫുൾ നെയിം വരുന്നത്. അതുപോലെ തന്നെ 1839 ഇവർ സെൽ തിയറി കണ്ടുപിടിച്ചത്. ഈ സെൽ തിയറിയിൽ 3 ഒബ്സർവേഷൻസ് ആണ് അവർ കാര്യമായിട്ട് പറയുന്നത്. എന്തൊക്കെയാണ് ഒബ്സർവേഷൻസ്? ഓൾ ഓർഗാനിസംസ് ആർ മെയ്ഡ് ഓഫ് സെൽസ്. എല്ലാ ഓർഗാനിസവും സെൽസിനെ കൊണ്ട് മെയ്ഡ് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. പിന്നെ പറയുന്നു സെൽസ് ആർ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. സെൽസ് എന്താ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നു. പിന്നെ സെൽസ് അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. മുൻപുണ്ടായിരുന്ന സെൽസിൽ നിന്നാണ് പിന്നെയുള്ള സെൽസ് വരുന്നത് എന്നാണ് അവരുടെ മൂന്നാമത്തെ കണ്ടുപിടുത്തം. അങ്ങനെ 3 ഒബ്സർവേഷൻസ് ആയിരുന്നു അവർ പറയുന്നത്. അതിനുശേഷം അതിൻ്റെ ബാക്കിയുള്ള പാർട്ടായിട്ട് റുഡോൾഫ് വിർച്ചോ 1858 ബാക്കിയുള്ള കാര്യങ്ങളും കണ്ടുപിടിച്ചു. റുഡോൾഫ് വിർച്ചോ ആണ് 1858 അതിൻ്റെ 3rd പാർട്ട് കണ്ടുപിടിക്കുന്നത്.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സിംഗിൾ സെൽഡ് ഓർഗാനിസംസ്? ഓപ്ഷൻസ് ശ്രദ്ധിച്ചേ. എ ഈസ്റ്റ് ഹൈഡ്ര അമീബ, ബി സി അനീമിയോ പാരാമീഷ്യം ബാക്ടീരിയ, സി ഈസ്റ്റ് അമീബ ബാക്ടീരിയ, ഡി ഹൈഡ്ര സി അനീമിയ പാരാമീഷ്യം. ഏതാ കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് അമീബ ബാക്ടീരിയ. ഈ മൂന്ന്, ഈസ്റ്റ് ആയിക്കോട്ടെ, അമീബ ആയിക്കോട്ടെ, ബാക്ടീരിയ ആയിക്കോട്ടെ, നമ്മൾ പണ്ട് തൊട്ടേ കേട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇത് മൂന്നും തന്നെ സിംഗിൾ സെൽഡ് ഓർഗാനിസം ആണ്. ഇനി അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഈസ്റ്റ് നോക്കുക. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു യൂണിസെല്ലുലാർ ക്രിയേച്ചറാണ്. ഈസ്റ്റ് എന്ന് പറയുന്നത് ഒരു യൂണിസെല്ലുലാർ ക്രിയേച്ചറാണ്. അതുപോലെ തന്നെ അത് ഒറിജിനേറ്റ് ചെയ്ത് ഇടുന്ന ഒരു മൾട്ടി സെല്ലുലാർ ആൻസിസ്റ്റർ എന്നാണ് ഈ ഈസ്റ്റ്. ഈസ്റ്റ് ഒരു യൂണിസെല്ലുലാർ ക്രിയേച്ചറാണെന്ന് പറഞ്ഞു. അതൊരു മൾട്ടി സെല്ലുലാർ ആൻസിസ്റ്റർ എന്നാണ് ഈ ഈസ്റ്റ് പിന്നെ പുതുതായിട്ട് ജനിച്ചിട്ടുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ അതിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ ഓരോ ഈസ്റ്റും സ്പീഷീസിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സൈസിൽ. അതിൽ മെയിനായിട്ട് 3 to 4 മൈക്രോമീറ്റർ ഡയമീറ്ററിലാണ് കാണുന്നത്. അതുപോലെ തന്നെ 40 മൈക്രോ ഡയമീറ്റർ വരെയും അത് കണ്ടുവരുന്നുള്ളൂ. 3 to 4 മൈക്രോമീറ്ററിലാണ് അത് കണ്ടുവരുന്ന ഡയമീറ്റർ. പക്ഷേ 40 മൈക്രോമീറ്റർ വരെയും കണ്ടുവരുന്നുണ്ട്. പിന്നെ ഇതെങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു വെച്ചാൽ അസെക്ഷലി നോക്കുകയാണെങ്കിൽ അത് മൈറ്റോസിസ് വഴിയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അസിമെട്രിക്കലി നോക്കുകയാണെങ്കിൽ അത് ബഡ്ഡിങ് വഴിയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അസെക്ഷലി നോക്കുകയാണെങ്കിൽ മൈറ്റോസിസ് വഴിയും അസിമെട്രിക്കലി വഴി നോക്കുമ്പോൾ ബഡ്ഡിങ് വഴിയാണ് അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ബാക്ടീരിയയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ബാക്ടീരിയം ഒരു സിംഗിൾ സെൽഡ് ഓർഗാനിസം ആണ്. ബാക്ടീരിയ ഒരു സിംഗിൾ സെൽഡ് ഓർഗാനിസം ആണ്. അതുപോലെ തന്നെ അത് എല്ലാ എൻവയോൺമെന്റിലും ജീവിക്കുന്നതാണ്. അത് എൻവയോൺമെന്റ് ബോത്ത് വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ഓഫ് വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ഓഫ് അതർ ഓർഗാനിസം. അത് ബാക്കിയുള്ള ഓർഗാനിസത്തിൻ്റെ ഉള്ളിലായിട്ടും പുറത്തായിട്ടും ജീവിക്കുന്ന ഒരു ജീവിയാണ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഇനി ബാക്ടീരിയയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ചിലത് ഭയങ്കര ഹാസാഡസ് ആണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ കുറച്ച് ബെനിഫിഷ്യലായ ബാക്ടീരിയകളും ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ യൂസസ് എന്ന് പറഞ്ഞാൽ അത് ഇൻഡസ്ട്രിയൽ പർപ്പസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തെറാപ്യൂട്ടിക് ആക്ടിവിറ്റീസിലും ഈ ബാക്ടീരിയ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അമീബയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അമീബ നമ്മൾ പണ്ട് 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അമീബയെ കുറിച്ച്. അമീബക്ക് വെച്ചാൽ ഒരു കൃത്യമായ ഷേപ്പ് ഇല്ലാത്തൊരു ജീവിയാണ് അമീബ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ അതിനെ സഹായിക്കുന്നത് അതിൻ്റെ കാലുകളാണ്. അതിൻ്റെ കാലുകൾ എന്ന് പറയുന്നത് സ്യൂഡോപോഡ്സ് എന്നാണ് അതിൻ്റെ കാലുകളെ പറയുന്നത്. അതിന് കൃത്യമായൊരു ഷേപ്പില്ല. അത് ഓരോ സമയം ഓരോ ഷേപ്പിലായിരിക്കും പോകുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഈ അമീബനെ അമീബോയിഡ് എന്ന് കൂടി വിളിക്കുന്നുണ്ട്. അമീബയെ അമീബോയിഡ് എന്ന് കൂടി വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അമീബോയിഡ് സെൽസിൽ വേറെ കാണുന്ന സെൽസ് എന്ന് പറയുന്നത് ഫംഗസിൽ, ആൽഗെ, പിന്നെ മാമൽസ്, അതുപോലെ തന്നെ പ്രോട്ടോസോവയിലും നമുക്ക് ഈ സെൽസിനെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഔട്ടർ മോസ്റ്റ് കവറിംഗ് ഓഫ് ദ സെൽ ഈസ് കോൾഡ് ഡാഷ്. ഓപ്ഷൻസ് ഓ ക്ലോറോപോസ്റ്റ്, സൈറ്റോപ്ലാസം, സെൽ മെംബ്രെയിൻ, സെൽ സാപ്പ്. ഏതാ കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്നാണ് സെൽ മെംബ്രെയിൻ. ദ ഔട്ടർ മോസ്റ്റ് കവറിങ്ങിനെ പറയുന്നത് സെൽ മെംബ്രെയിൻ എന്നാണ്. ഇനി അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് കവറിംഗ് ആണ്. അതുപോലെ തന്നെ അതിനെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് കൂടിയുള്ള പേരിൽ വിളിക്കുന്നുണ്ട്. ഔട്ടർ മോസ്റ്റ് കവറിംഗ് ആയ സെൽ മെംബ്രെയിനെ പ്ലാസ്മ മെംബ്രെയിൻ എന്നുള്ള പേര് കൂടി വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് ലിപ്പിഡ്സും പ്രോട്ടീൻസും വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ലിപ്പിഡ്സും പ്രോട്ടീൻസും വെച്ചാണ് ഈ സെൽ മെംബ്രെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ അത് തിന്നാണ്, ഫ്ലെക്സിബിൾ ആണ്, അതുപോലെ തന്നെ സെമി പെർമിയബിൾ ആണ്, അല്ലെങ്കിൽ അത് സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. അതായത് ഈ സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ തിന്നാണ്, ഫ്ലെക്സിബിൾ ആണ്, അതുപോലെ തന്നെ സെമി പെർമിയബിൾ അല്ലെങ്കിൽ സെലക്റ്റീവ്ലി പെർമിയബിൾ ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ ആണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ് ആർ എൻക്ലോസ്ഡ് വിത്തിൻ ദ സെൽ മെംബ്രെയിൻ. ഈ സെൽ മെംബ്രെയിൻ്റെ ഉള്ളിലാണ് സൈറ്റോപ്ലാസവും അതുപോലെ തന്നെ ന്യൂക്ലിയസും ഉള്ളത്. ഈ സെൽ മെംബ്രെയിനിൻ്റെ ഉള്ളിൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് എന്ത്? സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും. പിന്നെ ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ നോക്കിയേ, മെയിൻറ്റെയിൻ ദ ഷേപ്പ് ഓഫ് ദ സെൽ. സെല്ലിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ സെൽ മെംബ്രെയിൻ്റെ മെയിൻ ഫംഗ്ഷൻ വരുന്നത്. സെല്ലിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ സെൽ മെംബ്രെയിൻ്റെ മെയിൻ ഫംഗ്ഷൻ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ പ്രോസസ് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം എ ഹയർ കോൺസെൻട്രേഷൻ ഓഫ് പ്ലേസ് ടു എ ലോവർ കോൺസെൻട്രേഷൻ ഓഫ് പ്ലേസ് ഈസ് നോൺ ആസ്. ഓപ്ഷൻസ് ഓ ഇവോപ്പറേഷൻ, ഡിഫ്യൂഷൻ, സബ്ലിമേഷൻ, കണ്ടൻസേഷൻ. ഏതാ കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ പറഞ്ഞാൽ ഡിഫ്യൂഷനാണ്. അതിനെക്കുറിച്ച് നോക്കിയാൽ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലേക്കുള്ള മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റിനെയാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലേക്കുള്ള മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. എന്നാൽ ബാക്കിയുള്ള ഓപ്ഷൻസായ സബ്ലിമേഷൻ നോക്കിയാണെങ്കിൽ സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ സോളിഡ് ഡയറക്റ്റ്ലി വേപ്പറായിട്ട് മാറുന്നതിന് എപ്പം ഹീറ്റ് ചെയ്യുമ്പോൾ സോളിഡ് ഡയറക്റ്റായിട്ട് വേപ്പറായി മാറുന്ന പ്രോസസ്സാണ് സബ്ലിമേഷൻ. അത് മാത്രമല്ല വേപ്പർ ഡയറക്റ്റ്
സോളിഡ് ആയിട്ട് മാറുന്നു. എപ്പോൾ കൂൾ ചെയ്യുമ്പോൾ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ സബ്ലിമേഷൻ എന്നാ പറയുമ്പോൾ. എങ്ങനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, സോളിഡ് ഡയറക്റ്റ് വേപ്പർ ആവുന്നു, അതുപോലെ തന്നെ കൂൾ ചെയ്യുന്ന സമയത്ത് വേപ്പർ ഡയറക്റ്റ് എന്താ സോളിഡ് ആവും. ഈ രണ്ട് പ്രോസസ്സിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അതുപോലെ സബ്ലിമേഷൻ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്ന കുറച്ച് സബ്സ്റ്റൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ അമോണിയം ക്ലോറൈഡ്, പിന്നെ അയഡിൻ, ക്യാംഫർ, നാഫ്തലിൻ, പിന്നെന്താ ആന്ത്രാസിൻ, ഇതൊക്കെയാണ് നമുക്ക് സബ്ലിമേഷൻ കാണാൻ പറ്റുന്ന കുറച്ച് സബ്സ്റ്റൻസ്. ഇനി ഇവാപ്പറേഷൻ നോക്കിയേ, ഇത് നമ്മുടെ മറ്റൊരു ഓപ്ഷനാണ്. ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് എന്താവും വേപ്പറായിട്ട് മാറുന്ന ഒരു പ്രോസസ്സാണ്. എപ്പം ബോയിലിംഗ് പോയിന്റ് ബിലോ ബോയിലിംഗ് പോയിന്റിൽ വെച്ചിട്ട് ലിക്വിഡ് എന്ത് ചെയ്യും വേപ്പറായിട്ട് മാറുന്ന ഒരു പ്രോസസ്സിനെയാണ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. ദ പ്രോസസ് ബൈ വിച്ച് എ ലിക്വിഡ് ചേഞ്ചസ് ഇൻ ടു വേപ്പർ ഈവൻ ബിലോ ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റിനെയും താഴെ വെച്ചിട്ട് ലിക്വിഡ് വേപ്പറായി മാറുന്ന ഒരു പ്രോസസ്സിനെയാണ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി കണ്ടൻസേഷനോ, കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ വേപ്പർ എന്താവും വാട്ടറായിട്ട് മാറുന്ന ഒരു പ്രോസസ്സ്. വാട്ടർ വേപ്പർ വാട്ടറായി മാറുന്ന ഒരു പ്രോസസ്സാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ അതിൽ ഹീറ്റിൻ്റെ ലോസ് ഉണ്ടാകുന്നുണ്ട്. ഹീറ്റിൻ്റെ ലോസും കണ്ടൻസേഷൻ ടൈമിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫ്യൂഷൻ, ഇവാപ്പറേഷൻ, കണ്ടൻസേഷൻ, സബ്ലിമേഷൻ. ഇതൊക്കെ 4 ടേം നമ്മൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട 4 ടേംസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. If a cell is placed in A or N, there will be a net flow of water out of the cell and the cell will lose volume. Options okay. Isotonic solution, isomatic solution, hypertonic solution, hypotonic solution. ഏതാ കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ തന്നെ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ ആണ്. ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിലാണ് ഒരു നെറ്റ് ഫ്ലോ ഓഫ് വാട്ടർ ഉണ്ടാകുന്നത് സെല്ലിൽ നിന്ന് പുറത്തേക്കുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിലാണ് ഈ പ്രോസസ്സ് ഉണ്ടാകുന്നത്. എന്ത് ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിൽ ദർ വിൽ ബി നെറ്റ് ഫ്ലോ ഓഫ് വാട്ടർ ഔട്ട് ഓഫ് ദ സെൽ ആൻഡ് ദ സെൽ വിൽ ലൂസ് വോളിയം. അത് നെറ്റ് ഫ്ലോ ഓഫ് വാട്ടർ എന്ത് ചെയ്തു സെല്ലിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ സെല്ലിൻ്റെ വോളിയം കുറയുന്നു. ഈ ഒരു പ്രോസസ്സ് ഉണ്ടാകുന്നത് ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിൽ വെക്കുമ്പോഴാണ്. ഇതിൽ തന്നെ പിന്നെ പറയുകയാണെങ്കിൽ പ്ലാസ്മോളിസിസ് ഇപ്പോൾ ഒക്കർ ചെയ്യുന്നത് വാട്ടർ മൂവ്സ് ഔട്ട് ഓഫ് ദ സെൽ ആൻഡ് സെൽ മെംബ്രെയിൻ ഓഫ് പ്ലാന്റ് സെൽ ഷ്രിങ്ക്സ് എവേ ഫ്രം ദ ഇറ്റ്സ് വാൾ സെല്ലിൽ നിന്ന് ഈ മെംബ്രെയിൻ എന്ത് ചെയ്യും ഷ്രിങ്ക് ചെയ്യും. ഈ ഒരു പ്രോസസ്സ് വരുന്ന വാട്ടർ പുറത്തേക്ക് പോകും. ഈ ഒരു പ്രോസസ്സ് വരുന്ന ഒരു പ്രോസസ്സിനെയാണ് പ്ലാസ്മോളിസിസ് എന്ന് പറയുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ദ വാട്ടർ വെൻ ഡ്രോൺ ഔട്ട് ഓഫ് ദ സെൽ ത്രൂ ഡിഫ്യൂഷൻ ഇൻ ദ എക്സ്ട്രാ സെല്ലുലാർ ദ fluid causes plasmolysis to shrink away from the wall. The cell wall is to be plasmolysed. ഈ പ്രോസസ്സിനെയാണ് പ്ലാസ്മോളിസിസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അമീബ acquires its food through the process of A. photosynthesis, B. diffusion, C. endocytosis, C. exocytosis. ഏതാ കറക്റ്റ് ആൻസറിന് എൻഡോസൈറ്റോസിസ് വെച്ചിട്ടാണ്. അമീബ എങ്ങനെയാ ഫുഡ് അക്വയർ ചെയ്യുന്നത്? എൻഡോസൈറ്റോസിസ് പ്രോസസ്സ് വഴിയാണ് ഫുഡ് അക്വയർ ചെയ്യുന്നത്. ഇനി അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അമീബക്ക് കൃത്യമായ ഒരു ഷേപ്പ് ഇല്ല. അത് ഷേപ്പ് മാറിക്കൊണ്ടിരിക്കും. എങ്ങനെ? അതിൻ്റെ സ്യൂഡോപോഡിയ വഴി അതിൻ്റെ കാലുകളാണ് സ്യൂഡോപോഡിയ. അത് വെച്ചിട്ടാണ് അത് ഷേപ്പ് മാറുന്നത്. അപ്പോൾ ഈ ഫുഡ് അക്വയർ ചെയ്യാനും അതിനെ സഹായിക്കുന്നതാരാ? സ്യൂഡോപോഡിയ തന്നെ. ആ പ്രോസസ്സിനെ പറയുന്നതാണ് ഫാഗോസൈറ്റോസിസ് എന്ന പ്രോസസ്സ് വഴിയാണ് അത് ഫുഡ് അക്വയർ ചെയ്യുന്നത്. എങ്ങനെയാണ്? അത് അതിൻ്റെ കാലുകൾ നീക്കി ഒരു ഫുഡിനെ കാണുമ്പോൾ അതിന് ചുറ്റും ഒരു സർക്കിൾ ഫോം ചെയ്യും. അങ്ങനെ അവിടെ ഒരു വാക്യൂൾ ഫോം ചെയ്ത് ആ വാക്യൂളിനുള്ളിൽ എന്ത് ചെയ്തു ഫുഡിനെ ഇൻക്ലൂഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും അതിൽ ലൈസോസോം പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ആ ലൈസോസോം വെച്ചിട്ട് അത് ഡൈജസ്റ്റ് ചെയ്തിട്ടാണ് ഫുഡ് അക്വയർ ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിനെയാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഈ അമീബ എന്ന് പറഞ്ഞൊരു സിംഗിൾ സെൽഡ് ഓർഗാനിസം ആണ്. അതിന് തന്നെ അമീബോസ് എന്ന് കൂടി പറയുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത് എൻഡോസൈറ്റോസിസിൻ്റെ ഒരു ടൈപ്പാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ അമീബ എന്ത് ചെയ്ത് ഫുഡ് അക്വയർ ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ബാക്ടീരിയ ഹാവ് ആൻ അൺഡിഫൈൻഡ് ന്യൂക്ലിയർ റീജിയൻ വിച്ച് ലാക്സ് എ ന്യൂക്ലിയർ മെംബ്രെയിൻ ആൻഡ് contains only DNA without proteins. Such a region is called. Options okay. ന്യൂക്ലിയോസോം, ന്യൂക്ലിയസ്, ന്യൂക്ലിയോപ്രോട്ടീൻ, ന്യൂക്ലിയോയിഡ്. ഏതാ കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോയിഡ് ആണ്. അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ പ്രോക്യാരിയോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഓർഗാനിസംസ് ദ ന്യൂക്ലിയർ റീജിയൻ ഈസ് നോട്ട് സറൗണ്ടഡ് ബൈ എനി മെംബ്രെയിൻ. ഒരു മെംബ്രെയിൻ വെച്ച് സറൗണ്ട് ചെയ്യാണ്ട് നിൽക്കുന്ന ഒരു ന്യൂക്ലിയർ റീജിയനെയാണ് നമ്മൾ പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. അതായത് പ്രോകാരിയോട്ടിക് ഓർഗാനിസംസിൻ്റെ ന്യൂക്ലിയർ റീജിയനെ ഒരു മെംബ്രെയിൻ വെച്ചിട്ടും സറൗണ്ട് ചെയ്യപ്പെടുന്നില്ല. പിന്നെ നോക്കിയേ, ദ അൺഡിഫൈൻഡ് nuclear region lacking a nuclear membrane and containing only DNA without proteins in bacteria is called nucleoid. ഈ ഒരു കാര്യത്തിനാണ് നമ്മൾ
ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നത്. പിന്നെയോ പ്രൊക്കാരിയോട്ടിക് സെൽസ് ആർ പ്രിമിറ്റീവ് ഓർഗാനിസം. പ്രൊക്കാരിയോട്ടിക് എന്ന് പറഞ്ഞൊരു പ്രിമിറ്റീവ് ഓർഗാനിസം ആണ്. അതുപോലെ തന്നെ ഇതെന്താ, ഇൻ പ്രൊക്കാരിയോട്ടിക് ദ ന്യൂക്ലിയോയിഡ് കണ്ടെയ്ൻ ഓൾ ആർ ദ മോസ്റ്റ് ഓഫ് ദ ജെനറ്റിക് മെറ്റീരിയൽ. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് മോസ്റ്റ് ഓഫ് ദ ജെനറ്റിക് മെറ്റീരിയലാണ്. ഇനി ഇന്നത്തെ 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഓർഗാനിസം വിത്ത് ദ സെൽസ് ഹാവിംഗ് ന്യൂക്ലിയർ മെറ്റീരിയൽ വിത്തൗട്ട് ന്യൂക്ലിയർ മെംബ്രെയിൻ ആർ കോൾഡ് ആസ് വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഓപ്ഷൻസ് ഓക്കെ. യൂക്കാരിയോട്സ്, വാക്യൂൾസ്, പ്രൊക്കാരിയോട്സ്, ഓർഗനൽസ്. ഏതാ? നമ്മൾ നേരത്തെ ക്വസ്റ്റിനിൽ നമുക്ക് മനസ്സിലായി പ്രൊക്കാരിയോട്ട് അല്ല ഇതിൻ്റെ ആൻസർ നമുക്ക് പ്രൊക്കാരിയോട്ടാണ് നമ്മൾ ഇതിൻ്റെ ആൻസർ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതിനെക്കുറിച്ച് നോക്കിയാൽ പ്രൊക്കാരിയോട്ട് എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു, വിത്തൗട്ട് എ ന്യൂക്ലിയസ് ഓർ അതർ ഓർഗനൽസ് ഇൻ ദർ സെൽസ്. ക്രിയേച്ചേഴ്സ് വിത്തൗട്ട് എ ന്യൂക്ലിയസ് ഓർ അതർ ഓർഗനൽസ് ഇൻ ദർ സെൽസ് ആണ് പ്രൊക്കാരിയോട്സ് പറയുന്നത്. അതുപോലെ തന്നെ പ്രൊക്കാരിയോട്സും യൂക്കാരിയോട്സിലും വരുന്ന ഡിഫറൻറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ, ഒരു ഇൻറ്റേർണൽ മെമ്പർ ഉണ്ടാകുന്നില്ല, അങ്ങനെയാണ് അത് ഡിഫർ ചെയ്യുന്നത്. പിന്നെ ബാക്ടീരിയ, ആർക്കി, ഇതെല്ലാം എന്താ, ഒരു ടൈപ്പ് ഓഫ് പ്രൊക്കാരിയോട്സ് ആണ്. പിന്നെ പറയുകയാണെങ്കിൽ പ്രൊക്കാരിയോട്ടിക് സെൽസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഓർഗാനിസംസ് നോക്കിയാൽ സയനോ ബാക്ടീരിയ, ഈ കോളി, മൈക്രോപ്ലാസ്മ തുടങ്ങിയതൊക്കെയാണ് പ്രൊക്കാരിയോട്ടിക് സെൽസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഓർഗാനിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നും ഇനി യൂക്കാരിയോട്സ് നോക്കാം. നമ്മൾ പ്രൊക്കാരിയോട്സ് നോക്കി, ഇനി യൂക്കാരിയോട്സ് നോക്കാം. യൂക്കാരിയോട്സ് നോക്കുമ്പോൾ അതിന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടൊരു ന്യൂക്ലിയസ് പ്രസൻ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ, നേരത്തെ പറഞ്ഞ പോലെ ദ ന്യൂക്ലിയസ് വിച്ച് ഹൗസസ് ദ ക്ലിയർലി ഡിലൈൻഡ് ക്രോമസോം ഈസ് എൻഗേജ്ഡ് ഇൻ എ ന്യൂക്ലിയർ മെംബ്രെയിൻ ഇൻ യൂക്കാരിയോട്സ്. യൂക്കാരിയോട്സിൽ കൃത്യമായിട്ട് മെംബ്രെയിൻ എൻക്ലോസ് ചെയ്തിട്ടായിരിക്കും യൂക്കാരിയോട്സ് ഉണ്ടാവുക. അപ്പോൾ ഇന്ന് നമ്മളെ 10 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ 10 ക്വസ്റ്റ്യൻ നമ്മൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് പോവാം. അടുത്ത ദിവസം വീണ്ടും ഒരു 10 ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ കാണുന്നതായിരിക്കും. അതുവരെ ബൈ.